കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും വരെ നിയമസഭയിൽ അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ച പ്രതിപക്ഷം. UDF MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, AKM അഷ്റഫ് എന്നിവരാണ് സമരമിരിക്കുന്നത്. വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ സാർ? അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹാളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ 2 MLA-മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷറഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക. ശൂന്യവേളയിൽ തന്നെ സഭ സ്തംഭിപ്പിച്ച് സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ ചർച്ചയാക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയ പ്രതിപക്ഷം ഒരൊറ്റ സബ്മിഷന് പോലും അനുമതി തേടിയില്ല. എന്നാൽ അടിയന്തര പ്രമേയ അവതരണത്തിന് അപ്രതീക്ഷിത അനുമതി നൽകി സർക്കാരിന്റെ മറുതന്ത്രം. 14 തവണയാണ് 2ാം പിണറായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് അനുമതി നൽകിയത്. അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് പീഡനത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ പ്രസംഗം ഓർമ്മിപ്പിച്ചായിരുന്നു റോജി M. ജോണിന്റെ വിഷയാവതരണം. പോലീസ് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ ഈ അധപതനത്തിന് കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സാർ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാൺ ഇനിയെങ്കിലും അങ്ങ് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചു വന്ന ഖ്യാതി ശ്രീ P. ശശിക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആരോഗ്യ വകുപ്പിനെയും വനംവകുപ്പിനേക്കാളും മോശമാക്കിയെന്നുള്ള അപഖ്യാതി അങ്ങേക്ക് നേരിടേണ്ടി വരും. പോലീസിന്റെ മനോവീര്യത്തെക്കാൾ സാധാരണക്കാരന്റെ അന്തസ്സും അഭിമാനവും വലുതാണെന്ന് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി N. ഷംസുദ്ദീൻ വാദിച്ചു. നിങ്ങളുടെ പോലീസുകാരൊക്കെ ഇപ്പൊ നല്ല ENT സ്പെഷ്യലിസ്റ്റുകളാണ്. നല്ല ചെവി കണ്ടവർ കയറി അടിക്കും. ചെവിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ജനമൈത്രി പോലീസ് അല്ല, ഗുണ്ടാമൈത്രി പോലീസാണ് സാർ ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ളത്. CCTV-കളുടെ മുൻപിൽ പോലും പാവങ്ങളെ തല്ലാനുള്ള ധൈര്യം പോലീസിന് ലഭിക്കുന്നത് പാർട്ടിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും മന്ത്രിയുടെയും പിന്തുണയിലെന്ന് KK രമയും കുറ്റപ്പെടുത്തി. പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നുപോയ ആളുകൾ തിരിച്ച് ആംബുലൻസിൽ വരേണ്ട ഒരു ഗതികേടിലാണ് സാർ കേരളമുള്ളത്. ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായി മാറുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ ഗുണ്ടാ സ്റ്റേഷനുകളായി മാറരുത് എന്നാണ് സാർ പറയാനുള്ളത്. പോലീസിൽ പുഴുക്കുത്തുകളുണ്ടെങ്കിലും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന സർക്കാർ നിലപാട് ആവർത്തിക്കുകയാണ് ഭരണപക്ഷം ചെയ്തത്. KT ജലീൽ ഒരു പടി കൂടി കടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ PK ഫിറോസ് എന്നിവരെ കടന്നാക്രമിക്കുകയും ചെയ്തു. PK ഫിറോസിനെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും. അതൊക്കെ പുഴുക്കുത്തുകളാണ്. രാഹുൽ മാങ്കൂട്ടത്തെയും PK ഫിറോസിനെയും ഒക്കെ പോലെയാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവും പ്രസംഗിച്ചതോടെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഊഴം. സഭയിൽ ഉന്നയിച്ച ഓരോ വിഷയങ്ങൾക്കും എണ്ണി മറുപടി. പല അവസരങ്ങളിലും പോലീസിന് പ്രശംസ. നിപ്പ ബാധിച്ച ഘട്ടം, പ്രളയഘട്ടം, 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുടെ ഘട്ടം, സർ അതിൻ്റെ തുടർച്ചയായി വന്ന കോവിഡ് മഹാമാരിയുടെ ഘട്ടം. വളരെ വ്യത്യസ്തമായ ഒരു മുഖമാണ് കേരള പോലീസിന് ആർക്കും ദർശിക്കാനായത്. കുന്നംകുളത്തെയും പീച്ചിയിലെയും വീഴ്ച സംബന്ധിച്ച മുഖ്യമന്ത്രി നടപടികളും വിശദീകരിച്ചു. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം വകുപ്പ് തല അച്ചടക്ക നടപടിയുടെ പുനഃപരിശോധനാ നടപടികളും നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു തീരുമാനങ്ങൾ വരേണ്ടത്. 9 വർഷത്തിനിടെ 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട സർക്കാർ നടപടി വിശദീകരിച്ച് കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന നിലപാടും മുഖ്യമന്ത്രി ആവർത്തിച്ചു. ഇതോടെയാണ് അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.